പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രിയും തെഹ്രീക്കെ ഇൻസാഫ് നേതാവുമായ ഇമ്രാൻ ഖാൻ അഡിയാല ജയിലിൽ വെച്ച് കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചയ്ക്ക് ഇടയായിട്ടുണ്ട്. മുറിവേറ്റ് അവശനായി കിടക്കുന്ന ഇമ്രാൻ ഖാന്റെ ചിത്രത്തോടൊപ്പമാണ് പ്രചരണം അഴിച്ചുവിട്ടിരിക്കുന്നത് ഇപ്പോൾ. എന്നാൽ ഇത് സത്യമല്ല എന്നാണ് ഇപ്പോൾ പാകിസ്ഥാൻ മാധ്യമങ്ങൾ സ്ഥിരീകരിച്ച് രംഗത്ത് വരുന്നത്. പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയായ ISI ജയിലിനുള്ളിൽ കൊല്ലപ്പെട്ടതായി അവകാശപ്പെടുന്ന ഒരു പോസ്റ്റാണ് വലിയ ചർച്ചയ്ക്ക് തുടക്കമിട്ടത്. ജയിലിനുള്ളിൽ ഇമ്രാൻഖാനെ വിഷം നൽകി കൊലപ്പെടുത്തിയെന്നും അതല്ല മർദ്ദിച്ച് കൊലപ്പെടുത്തിയതെന്നുമാണ് അവകാശവാദങ്ങൾ ഇപ്പോൾ ഉയർന്നു വരുന്നത്. ഇതോടൊപ്പം തന്നെ പാകിസ്ഥാൻ സർക്കാർ പുറത്തിറക്കിയതെന്നായി അവകാശപ്പെടുന്ന ഒരു പത്രക്കുറിപ്പും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച് വരികയും ചെയ്യുന്നുണ്ട്. മുൻ പ്രധാനമന്ത്രി കൂടിയായ ഇമ്രാൻ ഖാൻ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വെച്ച് മരിച്ചതായി അഗാധമായ ഖേദത്തോടെയും ഗൗരവത്തോടെയും സ്ഥിരീകരിക്കുന്നുവെന്നാണ് അത്തരത്തിൽ പറയുന്ന ഒരു പത്രക്കുറിപ്പ് ഇപ്പോൾ വളരെയധികം പ്രചരിച്ചു വരുന്നത്. സമഗ്രമായ അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിലാണ് സംഭവം നടന്നതെന്ന് പറയപ്പെടുന്നു. കുറിപ്പിൽ ഇതെല്ലാം വ്യക്തമായി രേഖപ്പെടുത്തുകയും ചെയ്തു. ഇത് വലിയ കോളിളക്കമാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. പാക് മാധ്യമങ്ങൾ വാർത്ത നിഷേധിക്കുകയും വ്യാജമാണെന്ന് അവകാശപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാകിസ്ഥാൻ സർക്കാരോ ജയിൽ അധികൃതരോ ഔദ്യോഗിക സ്ഥിരീകരണമോ പ്രസ്താവനയോ ഇതുവരെയായും പുറത്തിറക്കിയിട്ടില്ല. 2023 ലാഹോറിലെ ഒരു തിരഞ്ഞെടുപ്പ് റാലിയിൽ ഫോർത്ത് ലിഫ്റ്റിൽ നിന്നും വീണ് പരിക്കേറ്റ ദൃശ്യങ്ങളാണ് ഇപ്പോഴത്തേത് എന്ന് പറഞ്ഞ് പ്രചരിക്കപ്പെടുന്നത്. യാഥാർത്ഥ്യം എന്താണെന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം മാധ്യമപ്രവർത്തകർക്കും സർക്കാരുക്കും നിക്ഷിപ്തമായി നിൽക്കുകയാണ്. 2022 അവിശ്വാസ പ്രമേയത്തിലൂടെയാണ് ഇമ്രാന് പ്രധാനമന്ത്രി പദം നഷ്ടമായിരുന്നത്. അഴിമതി അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ട് 2023 ഇമ്രാൻ ഖാൻ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. തൊഷാഖാന കേസിൽ അദ്ദേഹത്തിന് 3 വർഷത്തെ തടവ് ലഭിച്ചിരുന്നു. പ്രധാനമന്ത്രിക്കെതിരായി ലഭിച്ച വില കൂടിയ സമ്മാനങ്ങൾ സ്വന്തം നിലയ്ക്ക് വിറ്റ് പണമാക്കി എന്നതാണ് ഇമ്രാൻ ഖാന്റെ പേരിലുള്ള തൊഷാഖാന കേസ്. ഉന്നത പദവിയിലുള്ളവർക്ക് ലഭിക്കുന്ന സമ്മാനങ്ങൾ തൊഷാഖാന എന്ന വകുപ്പിലാണ് കൈമാറണമെന്നുള്ള ചട്ടമുണ്ട്. അത് ലംഘിച്ചുവെന്ന് കോടതി കണ്ടെത്തിയതോടെയാണ് 3 വർഷം തടവ് ലഭിച്ചിരിക്കുന്നത്. വിവാഹത്തിൽ മതനിയമ ലംഘനം നടത്തിയതാണ് മറ്റൊരു കേസ്. ഇതിൽ ഇമ്രാൻ ഖാനും ഭാര്യ ബുഷ്ര ബീബിക്കും 7 വർഷം തടവും പിഴയും ശിക്ഷ ലഭിച്ചിട്ടുണ്ട്. ഇമ്രാൻഖാന്റെ 3ാം ഭാര്യ ബുഷ്രയുടെ ആദ്യ ഭർത്താവ് ഗവാർ മനേഗ നൽകിയ പരാതിയിലാണ് ഇരുവർക്കുമെതിരെ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഈ വർഷം തുടക്കത്തിൽ അൽ ഖാദിർ ട്രസ്റ്റ് അഴിമതി കേസിൽ ഇമ്രാൻഖാനെ 14 വർഷത്തേക്ക് കൂടി ശിക്ഷിക്കുകയും ചെയ്തിരുന്നു. അൽ ഖാദിർ സർവകലാശാല സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട് പൊതുഖജനാവിന് 5000 കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കി എന്നതാണ് കേസ്. മാലിക് റിയാസ് എന്ന റിയൽ എസ്റ്റേറ്റ് വ്യവസായിക്ക് കള്ളപ്പണ ഇടപാടിൽ സഹായം നൽകി പകരം ഭൂമി വാങ്ങിയെന്നാണ് മറ്റൊരു ആരോപണവും. പാകിസ്ഥാനിൽ ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന പല നാശനഷ്ടങ്ങൾക്കും കാരണമായി വലിയ രീതിയിലുള്ള പണമിടപാടുകൾക്കും അതുപോലെ തന്നെ സർക്കാരിന്റെ ഇതുവരെയുള്ള നെറുകെട്ട പ്രവർത്തികൾക്കും ഹൈക്കോടതി രൂക്ഷ വിമർശനങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ മുമ്പ് പ്രധാനമന്ത്രിയുമായിട്ടുള്ള എല്ലാവരുടെയും തന്നെ ബാങ്ക് അക്കൗണ്ടുകളും ബാങ്ക് ഡീറ്റെയിൽസുകളും ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. പാകിസ്ഥാനിലെ അടിയന്തര അവസ്ഥ പോലുള്ള ഒരു സംഘർഷപൂരിതമായ അവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. പാകിസ്ഥാനിൽ നടക്കുന്ന യുദ്ധങ്ങളും അതുപോലെ തന്നെ ആഭ്യന്തര യുദ്ധങ്ങളും പാകിസ്ഥാൻ രാഷ്ട്രത്തെ തകർക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണവുമായി മാറിയിട്ടുണ്ട്. പാകിസ്ഥാൻ ജനതകൾക്ക് ഇപ്പോൾ സമാധാനപരമായി നിലനിൽക്കുന്നതിനോ കിടന്നുറങ്ങുന്നതിനോ പോലുമുള്ള അവസരമില്ല. ദാരിദ്ര്യം കൊടികുത്തി വാഴുന്ന പാകിസ്ഥാന് ഇപ്പോൾ സഹായമായി എത്തുന്നത് ആരാണ്? പാകിസ്ഥാന് ലോകബാങ്ക് പോലും ഇപ്പോൾ ധനസഹായം നൽകുന്നില്ല എന്നുള്ളൊരു പരാതിയും വർദ്ധിച്ചു വരുന്നുണ്ട്. പാകിസ്ഥാൻ സുരക്ഷിതമാണോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ആശങ്ക നിലനിർത്തുമ്പോൾ പാകിസ്ഥാൻ ഇപ്പോഴും യുദ്ധത്തിന് വേണ്ടി തിരികൊളുത്തു വിടുകയാണ്. പാകിസ്ഥാൻ രാഷ്ട്രത്തിൽ ഇപ്പോൾ മുൻ പ്രധാനമന്ത്രി കൂടിയായിട്ടുള്ള ഒരു വ്യക്തിയുടെ വ്യാജ വാർത്ത പരക്കുന്നതിന് പോലും തടയിടുന്നതിന് അവിടുത്തെ സർക്കാരുകൾക്കോ അതുപോലെ തന്നെ മാധ്യമങ്ങൾക്കോ സാധിച്ചില്ല. ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് പോലും ഇപ്പോഴും ജനങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കിയിട്ടില്ല. ഒരു പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിക്ക് പോലും കൃത്യമായ സുരക്ഷയോ അതുപോലെ തന്നെ കുറ്റകൃത്യം ചെയ്ത കുറ്റവാളിക്ക് തക്കതായിട്ടുള്ള സുരക്ഷ നൽകുന്നതിനോ അവിടുത്തെ ഭരണകൂടത്തിന് സാധിക്കുന്നില്ല എന്നുള്ളതും വളരെ എടുത്തു പറയേണ്ട കാര്യമാണ്. ഏറ്റവും വൃത്തികെട്ട അല്ലെങ്കിൽ ഏറ്റവും മോശമായ രീതിയിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു
പ്രസ്ഥാനമാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ. രാഷ്ട്രീയപരമായി വളരെയധികം വിയോജിപ്പുകൾ ഉണ്ടെങ്കിൽ പോലും സ്വന്തം ജനങ്ങൾക്ക് സുരക്ഷ നൽകുന്നതിന് പോലും കഴിയാത്ത ഒരു ഭരണകൂടം ഭരിക്കുന്ന രാജ്യമായി പാകിസ്ഥാൻ മാറിയിട്ടുണ്ട് എന്നുള്ളതും വളരെയധികം വേദനയുള്ള ഒരു കാര്യമാണ്.